പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. നെറ്റിയിൽ വരച്ച കുരിശും അതരത്തിൽ വരച്ച കുരിശും ഹൃദയത്തിൽ വരച്ച കുരിശും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റിയിൽ വരച്ച കുരിശ് ജ്ഞാനമണ്ഡലത്തിലും അതരത്തിൽ വരച്ച കുരിശ് സ്നേഹമണ്ഡലത്തിലും ഹൃദയത്തിൽ വരച്ച കുരിശ് പ്രവൃത്തി മണ്ഡലത്തിലും നിറഞ്ഞു നിൽക്കണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കുരിശുകൾ നാം വരയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജ്ഞാനവും സ്നേഹവും പ്രവൃത്തിയും കൂടി ചേർന്ന് ഒരാളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത? എന്താണ് ഈ കുരിശടയാളം തന്നെ അർത്ഥമാക്കി തീർക്കുന്നത്? അതാണ് ഈ തിരുനാൾ നാം ചിന്തിക്കേണ്ടത്. ഇതിനൊരു ചരിത്രമുണ്ട്. ചരിത്രം ഉൽപ്പത്തികാലം മുതലുള്ള ചരിത്രമാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്നു. അത് ഉൽപ്പത്തിയുടെ ചരിത്രമാണ്. ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒറ്റൊരു കാര്യമാണ് ശരിയും തെറ്റും ഏതെന്നറിയാതെ പോയ ഒരു മനുഷ്യൻ്റെ ജീവിതം. അങ്ങനെയാണെങ്കിൽ ആ ശരിയും തെറ്റും ഏതെന്ന് കൃത്യമായി വിവേചിച്ചറിയാൻ അവന് ജ്ഞാനം വേണം, നിയമം വേണം, ശരികൾ വേണം. ആ ശരികൾ പിതാവായ ദൈവം ഈ ഭൂമിക്ക് നൽകി. അതാണല്ലോ പഴയ നിയമം മുഴുവനും നമ്മൾ കാണുന്നത്. ദൈവം മോശ വഴി ഈ ഭൂമി കൽപ്പനകൾ നൽകി, നിയമം നൽകി. എന്നിട്ട് ശരിയും തെറ്റും കൃത്യമായി പറഞ്ഞു കൊടുത്തു. ശരിയുടെ പാഠം എന്താണെന്നും തെറ്റിൻ്റെ പാഠം എന്താണെന്നും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നും മനുഷ്യന് ബോധ്യപ്പെടുത്തി. അങ്ങനെ ജ്ഞാനം കൊണ്ട് പിതാവായ ദൈവം ഈ ഭൂമിയെ നിറച്ചു. കൃത്യമായ ഒരു ബോധ്യം മനുഷ്യന് ലഭിച്ച ഇടമാണ് പഴയ നിയമത്തിൻ്റെ കാലഘട്ടം, പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി. പിന്നീട് പൂർത്തീകരിക്കപ്പെട്ടത് പുത്രനായ ദൈവത്തിലാണ്. ശരിയും തെറ്റും കൃത്യമായി അറിഞ്ഞ മനുഷ്യന് പിന്നീട് ഈ ശരിയും തെറ്റിലൂടെ മാത്രം ഈ ഭൂമിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ നിയമം സ്നേഹത്തിൽ ചാലിച്ച് അത് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിറച്ചു. അതാണ് സ്വർഗത്തിൽ നിന്ന് നിയമങ്ങളൊക്കെ ഭേദിച്ച് പുത്രൻ ഭൂമിയിലേക്ക് പിറന്നു വീണത്. അവിടെ സ്നേഹമാണ് പിറന്നു വീണതെന്നൊരു പാഠം പുതിയ നിയമം നൽകുന്നുണ്ട്. ഈ ശരിയും തെറ്റിൻ്റെയും പാഠം പിന്നീട് പൂർത്തീകരിക്കപ്പെടേണ്ടത് സ്നേഹത്തിലൂടെയാണ്. അതാണല്ലോ കൃത്യമായി മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ 6 ചോദ്യങ്ങൾ വളരെ കൃത്യമായി അവസാന കാലഘട്ടത്തിൽ ചോദിക്കപ്പെടുമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. 6 ചോദ്യങ്ങൾ വളരെ ലഘുവായ ചോദ്യങ്ങളാണ്. എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നോ? എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? ഇങ്ങനെ പരദേശിയായിരുന്നതിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾക്കിടയിൽ 6 ചോദ്യങ്ങൾ സഹോദരന് വേണ്ടി ചെയ്ത ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കിടയിൽ ഒരാൾ അതേ എന്നും അല്ല എന്നും പറയാൻ മാത്രമേ അവകാശമുള്ളൂ. അത് നിയമമാണ്. ഈ അതേ എന്നും അല്ല എന്നും പറയുന്നിടത്ത് ഒരാൾ സ്നേഹം കൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗരാജ്യം സ്വന്തമാക്കണമെന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ഒരാൾക്ക് സ്വർഗം സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അതേ എന്നും അല്ല എന്നും ഉത്തരത്തിനിടയിൽ സ്നേഹം ചേർക്കണം. എന്നിട്ട് അയാൾ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം. അങ്ങനെ നിയമം മാത്രം കൊണ്ട് ഒരാൾക്കും സ്വർഗം സ്വന്തമാക്കാൻ പറ്റില്ല എന്നും അതിൻ്റെ ഉള്ളിലൊരു സ്നേഹം കൂടി ഉണ്ടാകണമെന്നും പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ധനികനായ ഒരു മനുഷ്യനും ചുങ്കക്കാരനായ ഒരു മനുഷ്യനും ദേവാലയത്തിൽ പോയത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇതിൽ കൃത്യമായി നിയമം പാലിച്ചവനാണ് ആ ധനികനായ മനുഷ്യൻ. അയാൾ ചെയ്തെല്ലാം കൃത്യമാണ്. എന്താ അയാൾ തെറ്റായിട്ട് ചെയ്തത്? ഒരു തെറ്റുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? നിയമം അയാളെ ദേവാലയത്തിലേക്ക് എത്തിച്ചു, എന്നാൽ നിയമം അയാളെ ദൈവത്തിലേക്ക് എത്തിച്ചില്ല. അതാണ് പ്രശ്നം. നമ്മൾ തിരുസഭയുടെ നിയമം അനുസരിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ ശരിയാണ്, നിയമം പാലിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ ദേവാലയത്തിൽ ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹമില്ലാതുണ്ടെങ്കിൽ ശരീരം ദേവാലയത്തിലെത്തും, മനസ്സ് ദൈവത്തിലേക്ക് എത്തില്ല. അങ്ങനെ നിയമം പൂർത്തീകരിക്കപ്പെടുന്നത് സ്നേഹത്തിലൂടെയാണ്, പുത്രനിലൂടെയാണ്. അതാണ് ത്രിത്വത്തിൻ്റെ 2ാമത്തെ വരവ്. പിന്നീട് പരിശുദ്ധാത്മാവാണ്. ഈ ശരിയും തെറ്റും സ്നേഹത്തിലൂടെ അറിഞ്ഞ മനുഷ്യൻ എല്ലാ പാതകളും കൃത്യമാകണമെന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെയിടത്താണ് പരിശുദ്ധാത്മാവ് വരുന്നത് സഹായകനായിട്ട്. ദാനങ്ങളും ഫലങ്ങളും നൽകി, അറിവും ആലോചനയും ചിന്തയും നൽകി മനുഷ്യനെ കൃത്യമായ ഒരു പാത കാട്ടിത്തരാൻ പരിശുദ്ധാത്മാവ് പിന്നെ പ്രവൃത്തി മണ്ഡലത്തിലുണ്ട്. അങ്ങനെ ശരിയുടെയും തെറ്റിൻ്റെയും ജ്ഞാനമണ്ഡലത്തിൽ നിന്ന് പുത്രനായ ദൈവം സ്നേഹം ചാലിച്ച് ഒടുവിൽ പരിശുദ്ധാത്മാവായ ദൈവം പ്രവൃത്തി മണ്ഡലത്തേക്ക് ഒരു മനുഷ്യനെ വഴി നടത്തുന്നു. ഇങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിറസാന്നിധ്യമായി ഒരാൾ എത്തിച്ചേരുമ്പോൾ പിന്നീട് അയാൾ ഈ ഭൂമിയിൽ വ്യത്യസ്തനാണ്. ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരാൾ നിറയുമ്പോൾ അയാൾ എല്ലാം കൊണ്ടും നിറഞ്ഞ മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞുനാൾ മുതൽ നാം നെറ്റിയിലും അതരത്തിലും ഹൃദയത്തിലും വരച്ച ആ കുരിശ് അത് ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു പാഠമാണ്. ജ്ഞാനം കൊണ്ടും സ്നേഹം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ഭൂമിയിൽ ദൈവനാമത്തിൽ നിറയുവാൻ ഓരോരുത്തരെയും ഈ തിരുനാൾ ക്ഷണിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത് ദൈവിക ചൈതന്യമാണ്. ത്രിത്വിക ദൈവത്തോട് പ്രാർത്ഥിച്ച്
ബുദ്ധിയിൽ ജ്ഞാനവും, ആദരത്തിൽ സ്നേഹവും, ഹൃദയത്തിൽ പ്രവൃത്തിയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കരം പിടിച്ച് മുന്നേറാം. ഒരു ത്രിത്വം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.